പെൺകുട്ടികളായാലും ശരി, ഭർത്താവിൻ്റെ വീട്ടുകാരെയും സ്വന്തം വീട്ടുകാരായിട്ട് കാണാൻ പഠിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ അച്ഛനും അമ്മയും വിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കുടുംബം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ആലോചിക്കുക, മനസ്സിലാക്കാതെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പേടി എന്ന് ഇതൊക്കെ പറഞ്ഞാൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അതായത് അത് ഒരാൾക്ക് മാത്രം സ്നേഹം, ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് മാത്രം ഒരു സ്നേഹം ഉണ്ടെങ്കിൽ വരണം, അവിടുന്ന് അതേപോലെ വേണം കേട്ടോ, എന്നാലേ നമുക്ക് ആ കുടുംബം ഇതാവത്തുള്ളൂ. അതാണ് അധികവും പ്രശ്നം. അതായത് ചില അമ്മായിയച്ഛൻ അവരുടെ മകനെ 1000 കുത്തിക്കയറ്റി അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആയിരിക്കരുത്, നമ്മുടെ മോളെ പോലെ കാണണം. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത്. ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തോ എനിക്ക് പെട്ടെന്ന് ചെയ്യണം തോന്നി ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, അങ്ങനെ ആവരുത്. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ സുഖസുന്ദരമായിട്ട് പോകുന്നു കേട്ടോ, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരേജ്, അതായത് മാരേജ് കഴിഞ്ഞവരായിക്കോട്ടെ, മാരേജ് ചെയ്യാൻ പോകുന്നവരായിക്കോട്ടെ, ഇപ്പോഴത്തെ കത്തിൽ വന്നിട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ പലരും പറയുന്നത് അത് ഫസ്റ്റ് മാരേജ് ആയിക്കോട്ടെ, സെക്കൻഡ് മാരേജിലോട്ട് കിടക്കുന്നവരായിക്കോട്ടെ ഭയങ്കര പേടിയാണ്. അയ്യോ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, അയ്യോ എനിക്ക് പേടിയാണ്, ഞാൻ ഇങ്ങനെ സിംഗിളായിട്ട് നടക്കുന്നതാണ് ആഗ്രഹം, അല്ലെങ്കിൽ സിംഗിളായിട്ട് നടക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അതായത് കമ്മിറ്റ്മെന്റ് നമ്മുടെ ഇതിലോട്ട് വരും, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പേടിയുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നിങ്ങളുടെ ചിന്ത മാത്രമാണ്. അതായത് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളൊരു ലൈഫിലോട്ട് പോകുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അല്ലെ, നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. അത് നല്ല കാര്യമില്ലേ, നല്ലതായിട്ട് ചിന്തിക്കാം. പിന്നെ പേടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരാളുടെ ലൈഫ് കണ്ടിട്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇനിയിപ്പോൾ അതുപോലെ ആയിരിക്കുമോ നമ്മുടെ ലൈഫും എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ ലൈഫ് എന്താണെന്ന് നമുക്ക് അവിടെ പോകുമ്പോഴേ ആയിട്ടുള്ളൂ അല്ലേ. മറ്റൊരാളുടെ ജീവിതം പോലെ ആയിരിക്കില്ല, ഒരാളുടെ ജീവിതം പോലെ ആയിരിക്കില്ല വേറൊരാളുടെ ജീവിതം അല്ലേ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ലൈഫില് പോലെ ആയിരിക്കില്ല വേറൊരാളുടെ ലൈഫ് അല്ലേ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതല്ലാതെ നമ്മൾ മാരേജിന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, എനിക്ക് പേടിയാണ്, എനിക്കിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റില്ല. നമ്മളെ എത്രത്തോളം അടിച്ചു പൊളിച്ച് നടന്നിട്ടുണ്ടെങ്കിലും, നമ്മളെ എത്രത്തോളം എന്താ പറയുക സിംഗിളായിട്ട് നടന്നിട്ടുണ്ടെങ്കിലും, ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ലൈഫിലോട്ട് പോവാതെ പറയുന്നതിന് നമുക്ക് ഒരുപാട് എന്താ പറയുക, എന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നല്ല കാര്യമാണെന്നേ പറയത്തുള്ളൂ. കാരണം ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മളത് ചൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. നമ്മുടെ ലൈഫിലോട്ട് നമുക്കൊരാൾ നമ്മളെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരാളെ ലൈഫിലോട്ട് ചൂസ് ചെയ്യാന്ന് പറയില്ലേ, ആ ചൂസിങ് എങ്ങനെ ആയിരിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ ലൈഫ് ഉണ്ടാവുക അല്ലെ. അപ്പോൾ അത് നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുക, കല്യാണത്തിന് മുമ്പ് തന്നെ സംസാരിക്കുക, മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്താ പറയുക വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അപ്പം തന്നെ ഒരാളിൽ സംസാരിക്കും, മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ഇതിലോട്ട് പോകാൻ നോക്കുക. അതല്ലാതെ നമ്മൾ എത്ര തന്നെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് അത് വേറൊരു എന്താ പറയുക വേറൊരു തനി ലോകമാണ്, അല്ലെങ്കിൽ വേറൊരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ നമ്മൾ ഒരാളുടെ ലൈഫ് വേണമെങ്കിൽ നമുക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അതുപോലെ ആവണം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ ലൈഫ് വരും, പിന്നെ നമ്മൾ വിചാരിക്കും ഓ ഞാൻ അങ്ങനെയുണ്ട്, അതായത് ഓ ഞാൻ വരുന്നതിന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചത് നന്നായി, എന്തൊരു അടിപൊളിയായിട്ടുള്ള ലൈഫാണ് എൻ്റെ ലൈഫ് എന്ന് നമ്മുടെ ലൈഫ് കണ്ട് മറ്റൊരാളെ അസൂയപ്പെടുന്നു, കുശുമപ്പെടുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരുപാട് എന്താ പറയുക പണമോ അല്ലെങ്കിൽ വലിയ ആഡംബരങ്ങളോ വലിയ കോടീശ്വരൻ അല്ലെങ്കിൽ ഭയങ്കര ആർഭാടമായിട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞ് നമ്മൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ലൈഫായിരിക്കും പല പെൺകുട്ടികൾക്കും അതായിരിക്കും ഒരുപാട് ഇത്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ചില സമയങ്ങളിൽ നമ്മൾ ചില ആൾക്കാരുടെ ഫാമിലി നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ചിലപ്പോൾ മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തന്നെ പണമോ എത്രത്തോളം ആർഭാടങ്ങളോ എന്തുണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു മനസ്സമാധാനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവണം അല്ലേ. നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഏറ്റവും വേണ്ടത് നമ്മുടെ എന്താ പറയുക നമ്മുടെ കുഞ്ഞിനാൾ മുതൽ നമ്മളെ വളർത്തിയ നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളെയും എല്ലാവരെയും വിട്ടിട്ടാണ് നമ്മൾ വേറൊരു വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ അതേപോലെ ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക 100 അല്ല 1000 എന്താ പറയുക 1000% നമ്മൾ ഒരുപാട് നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അതേപോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയാണ്, അതായത് അങ്ങനെയുള്ള ലൈഫിലോട്ട് കിട്ടുന്ന ആൾക്കാരെ ഞാൻ പറയുന്നത്, അത് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ. അത് അപൂർവം കുറച്ച് ആൾക്കാർക്ക് അത് കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുള്ളൂ, കിട്ടിയിട്ടും ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെ കിട്ടുന്ന നമ്മൾ ഞാനല്ലേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്, ഇപ്പൊ കണ്ടോ എന്തൊരു നല്ല സ്നേഹമുള്ള അല്ലെങ്കിൽ
ആൾക്കാരാണ് എൻ്റെ ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ എത്ര ഇതുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ലൈഫിൽ നമ്മൾ ഓരോരോ കാര്യങ്ങളാണ് ലൈഫിൽ സംഭവിക്കുന്നത്. അതെല്ലാം കുറച്ചൊക്കെ നമ്മുടെ തലയിൽ എന്താണോ എഴുതിയിരിക്കുന്ന ഒരു വിധിയുണ്ട്. ആ ഒരു വിധി പോലെ ഇരിക്കും കുറേയൊക്കെ. നമുക്ക് എന്തൊക്കെ തന്നെ ആയിക്കണമെങ്കിൽ നമ്മുടെ വിധി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഒരിക്കലും തടുത്തു നിർത്താൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ അതുപോലെ ആയിരിക്കാം. അപ്പോൾ കല്യാണം കഴിക്കുന്നതിനോട് ഞാൻ എല്ലാവരും പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഒരു സ്വന്തം കാലിൽ നിന്നതിന് ശേഷം കല്യാണം കഴിക്കാതെ എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് പൂർത്തിയായി നമുക്ക് എന്താണോ, അതായത് ഒരു മെച്യൂരിറ്റി, നമുക്കൊരു മെച്യൂരിറ്റി വരണമല്ലോ. ആ ഒരു മെച്യൂരിറ്റി വരുന്ന സമയത്ത് വേണം നമ്മളുടെ കല്യാണത്തിനെ കുറിച്ച് നമ്മുടെ പേരൻസ് സംസാരിക്കുമ്പോഴും ആ ഒരു ഇതിലൂടെ നമ്മൾ കൊണ്ടുവരാൻ. നമ്മൾ അതിനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ജോലിയൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ പഠിപ്പ് കംപ്ലീറ്റഡ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. കാരണം ഇന്നത്തെ പേരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്ത പേരൻസ് ആണ്. അവർ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇതാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടെ സമയം എടുക്കുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ലൈഫ് ചൂസ് ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഇപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ലവ് മാരേജ് ആയിക്കോട്ടെ, അറേഞ്ച് മാരേജ് ആയിക്കോട്ടെ, ആ ഏതൊരു മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന വ്യക്തി അത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് ചിന്തിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. ഓരോ പെൺകുട്ടികളോടും കേട്ടോ. അതായിരിക്കും നമ്മളുടെ ലൈഫിലെ നമ്മൾ എന്താ പറയുക, ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യണം. നാളെ വരാൻ നമുക്കത് അയ്യോ എന്ന് പറയാനുള്ള ഇത് വരണ്ടല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ ചൂസ് ചെയ്യുക. പെൺകുട്ടികളെല്ലാം ആൺകുട്ടികളെല്ലാം ഞാൻ പറയുന്നുള്ളൂ. ചൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മുടെ പേരൻസ് എന്തായാലും, നമ്മുടെ പേരൻസ് അധികം നമുക്ക് എന്താ പറയുക, നല്ലത് വരട്ടെ എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ അല്ലേ. ആരും പൊട്ട വരട്ടെ എന്ന് ചിന്തിക്കാറില്ല. അപ്പോൾ അവരെ ചൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും വേറൊരു ഇത് വേറൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളായിട്ട് ചൂസ് ചെയ്യുന്ന സമയത്തും നമ്മളത് നല്ലപോലെ ശ്രദ്ധിക്കുക, നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം. ലവ് ആയിട്ട് നിങ്ങൾ ഇതാക്കുക. അപ്പോൾ എന്ത് മാരേജ് ആണെന്നുണ്ടെങ്കിലും, ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആയി പോവുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ ആ ലൈഫിൽ നമ്മൾ ഇനിയൊരു ഇതിലോട്ട് നമ്മൾ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതെ ഇരിക്കാനും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക, ഓരോ പെൺകുട്ടികളും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആൺകുട്ടികളെ പുറത്തവർക്ക് വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് ഞാൻ പൊതുവെ ഇത് ആരെയും കുറ്റമായിട്ട് അങ്ങനെ പറയുന്നതല്ല. പൊതുവെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അങ്ങനെയല്ലേ. പക്ഷെ ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു ഫസ്റ്റ് മാരേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വന്നിട്ട് വേറൊരു ഇതായിട്ടായിരിക്കും പലരും പറയുക. അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയും പുരുഷന്മാർക്ക് അത്രയും ഇല്ല. അപ്പോൾ നമുക്ക് തന്നെയാണ് എല്ലാം കൊണ്ടും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ലൈഫ്, നമ്മളായിട്ട് ഒരാളെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചൂസ് ചെയ്യാൻ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ആഡംബരങ്ങളും ഒരുപാട് ഇതും നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ചിലപ്പോൾ മനസ്സമാധാനം, എല്ലാവരുടെയും അല്ല, ചില സ്ഥലങ്ങളിൽ നമുക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല. അപ്പം അതും കൂടെ ഇതാക്കുക. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഒരു കല്യാണം കഴിക്കാൻ നമ്മളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പല പെൺകുട്ടികളും ചിന്തിക്കുന്നതായിരിക്കില്ലേ, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആയിരിക്കണം, നമ്മുടെ ജീവന്റെ പാതി എന്നൊക്കെ പറയും. പാതി തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ലൈഫിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ പാതിയാണ്. അത് രണ്ടുപേരും ആ ഒരു വിചാരം രണ്ടുപേർക്കും വേണം. എന്നാലേ നമ്മുടെ ലൈഫ് അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അവന് കുറച്ച് ഈഗോ, അല്ലെങ്കിൽ അവൾക്ക് കുറച്ച് ഈഗോ, നീ നിന്റെ കാര്യം ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈഫ് ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫേ അല്ല. അങ്ങനെ ഇതാവരുത്. രണ്ടുപേരും ഒരാളെ നമ്മുടെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പിടിച്ച കൈ നമ്മുടെ ജീവന്റെ പാതിയാണെന്നുള്ള വിചാരം രണ്ടുപേർക്കും വേണം. അതേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം എല്ലാം കൊണ്ടും ഒക്കെ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെയൊക്കെ ആയിരിക്കണം ലൈഫ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കല്യാണം എന്ന് നമ്മൾ എത്രയോ നല്ല നല്ല ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലേ. അതായത് ഒരാളുടെ ലൈഫ് കണ്ടിട്ട് മാത്രം നമ്മുടെ ലൈഫ് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് കല്യാണമേ വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു ആണ് അല്ലെങ്കിൽ ഒരു പുരുഷൻ ശരിയല്ല, അല്ലെങ്കിൽ ഒരു പുരുഷൻ കാരണം ഒരു കുടുംബം തകർന്നെന്ന് വിചാരിച്ചിട്ട് എല്ലാ പുരുഷന്മാരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അല്ലെ. എത്രയോ പേര് ഭാര്യമാരെ സ്നേഹിച്ച് പൊന്നുപോലെ നോക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. അത് എന്തൊക്കെ തന്നെ ജോലിയായിട്ടോ, അതായത് ഒരു കൂലി ജോലി ചെയ്യുന്ന ഒരു ആൺകുട്ടി പോലും അവരെ കുടുംബത്തിനെ സ്നേഹിക്കുന്നതും അവരുടെ മക്കളെ സ്നേഹിക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം തോന്നും, അയ്യോ എന്താടാ ഇത് അല്ലെ. അത് ചിലപ്പോൾ ഒരു പണക്കാരനായ ഒരാളുടെ വീട്ടിൽ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയാണ് എല്ലാ ഇതിലും. ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ.
എല്ലാവരും തെറ്റിദ്ധരിക്കണം. അപ്പോൾ എല്ലാവരും നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ നമ്മളും അതേപോലെ അവർക്ക് സ്നേഹം കൊടുക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആണെന്ന് നമുക്ക് ആ ഒരു വിചാരം വേണം. നമ്മളൊരു ലൈഫ് എടുത്തിട്ട് നമ്മൾ ആ ലൈഫിലോട്ട് നമ്മൾ പോകുമ്പോൾ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ അച്ഛനമ്മയെ വിട്ടിട്ട് അവിടെ പോകുന്നു, അത് നമ്മുടെ അച്ഛനും അമ്മയാണ് അവിടെ ഉള്ളതും അല്ലേ. അത് അങ്ങനെയാണ് ചിന്തിക്കുക ഓരോ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇത് വേറൊരു വീടാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അങ്ങനെ ഒരു ഇത് ഇതാവണ്ട. അപ്പം അങ്ങനെ ചിന്തിക്കാൻ നോക്കുക. അതായത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നൊന്നുമില്ല, ആർക്കായാലും നടന്നൊന്നും വരില്ല. അല്ലാതെ നമ്മൾ മറ്റൊരാളുടെ ലൈഫ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും പേടിച്ചിട്ട് നമ്മൾ വിവാഹം എന്ന് പറയുന്ന സംഭവത്തിന് അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് ഇങ്ങനെ നടക്കുന്നതാണ്. നമ്മൾ എത്രത്തോളം വയസ്സ് വരെ നമ്മൾ എത്രത്തോളം ജാളിയായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഫ്രണ്ട്സുമാരുടെ ഈ പറയുന്ന ഫ്രണ്ട്സുമാർ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായെന്ന് ഒരിക്കലും വരില്ല അല്ലേ. അപ്പോൾ എന്നും നമുക്ക് നമ്മുടെ എന്ന് പറയാൻ നമ്മളൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ആവുള്ളൂ. അല്ലാതെ ഈ പറയുന്ന നമുക്ക് ഒരുപാട് പേര് ചില സമയങ്ങളിൽ നമ്മുടെ നല്ല സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് ഉണ്ടായെന്ന് വരാം. അവരൊന്നും നമ്മുടെ കൂടെ നിൽക്കണമെന്നോ അല്ലെങ്കിൽ അവരവരുടെ ലൈഫ് വരുമ്പോൾ എല്ലാവരും അവരെ കുറഞ്ഞ് പോയിട്ട് അവരവരുടെ ലൈഫായിട്ട് അവർ സെപ്പറേറ്റ് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പൊ അത് കണ്ട് പിന്നീട് നമ്മൾ വിഷമിക്കേണ്ടി വരും. അതിനെക്കാട്ടും നല്ലതല്ലേ നമ്മുടെ പാരൻസ് നമുക്കൊരു ചൂസിങ് തരുന്ന സമയത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ വിഷമിക്കാതെ അവരത് എല്ലാം അന്വേഷിച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാം. അപ്പൊ അത് നമുക്ക് ഓരോ പാരൻസും ചെയ്തത് നല്ലതിനാണെന്നുള്ള ചിന്തിക്കുക. ഓരോ പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി കേട്ടോ. അതായത് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളെ അങ്ങനെ കെട്ടി ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്, വേർത്ത് ഒഴുകുന്നുണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയും അടിമയല്ല. നമ്മൾ ആ അടിമ എന്നൊക്കെ നമ്മൾ തോന്നുന്നത് ചില ആൾക്കാർ അങ്ങനെ കാണുന്നത് കൊണ്ടാണ്. ഒരിക്കലും അല്ല, അയ്യോ ഇന്ന് ഡ്രസ്സ് ഇടരുത്, നീ ഇങ്ങനെ ചെയ്യരുത്, നീ അവിടെ തുമ്മിയാ പ്രശ്നം, നീ ഇവിടെ നോക്കിയാ പ്രശ്നം, ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല. അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമായിട്ട് അത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഹസ്ബൻഡ് ആയിരിക്കണം. നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡും കൂടെ നമ്മുടെ ലൈഫിലായിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങോട്ട് നമ്മുടെ എന്താ പറയുക ഭാര്യ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. മറ്റുള്ളവരെ നമ്മൾ ഇതാക്കാതെ നമ്മുടെ ഭാര്യയ്ക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ അത് നമ്മളത് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ അത് അധികം ആൾക്കാർ മിസ്യൂസിങ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവരുത്. നമുക്ക് എല്ലാത്തിനും ഒരു ഫ്രീഡം തരുന്ന ഒരു ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വഞ്ചിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സെക്കൻഡ് മാരേജ് പോകുന്ന ആൾക്കാർക്ക് അതെ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ടൊക്കെ പോകണം. പക്ഷെ ഇപ്പോൾ എൻ്റെ തന്നെ എടുക്കാം, എൻ്റെ ഇപ്പോൾ ഒരു ഫസ്റ്റ് ലൈഫ് കഴിഞ്ഞ പോലെ ആയിരിക്കില്ല എനിക്കിപ്പോൾ ഞാനൊരു ലൈഫ് ചൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ലൈഫിലോട്ട് പോകുമ്പോൾ അതേപോലെ ആയിന്ന് ഒരിക്കലും വരില്ല അല്ലേ. അപ്പോൾ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും തെറ്റുകാരായിട്ട് നമ്മൾ കാണാതിരിക്കാനേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓരോ പെൺകുട്ടികളും എനിക്ക് ഇത്രേ പറയുള്ളൂ, നിങ്ങൾ മെച്യൂർ ആവുക, നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു മെച്യൂർ ആയതിനു ശേഷം നിങ്ങൾ കല്യാണത്തിലോട്ടുള്ള സ്റ്റെപ്പ് എടുക്കുക. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുക. നിങ്ങളുടെ പഠിപ്പ് അതിപ്പോൾ ജോലി ആയാലും എന്തായാലും ശരി ആ ഒരു ഇതിലോട്ട് പോയിട്ട് നിങ്ങൾ കല്യാണം ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. അല്ലാതെ കല്യാണമേ വേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ എനിക്ക് കല്യാണം കഴിച്ചാൽ എൻ്റെ ജോലി അതൊക്കെ ചുമ്മാതാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ കൂടി നമ്മളെ ജോലി അടിച്ചിട്ടും നമ്മളാണ് കൊണ്ടുവരുത്തേണ്ടത്. അതായത് നമ്മുടെ കയ്യിലാണ് എല്ലാം ഉള്ളത്. അല്ലാതെ നമുക്കൊരിക്കലും അത് നഷ്ടപ്പെടുന്നില്ല. ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ കുറേ പറക്കും. ആ പറന്ന് നമ്മൾ എവിടെ എത്തുമെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം അങ്ങനെയുള്ള ചിന്തകളൊന്നും ആരും എടുക്കാതിരിക്കുക. എന്താ പറയുക, ഭർത്താക്കന്മാരായാലും ഭാര്യമാർക്ക് നമ്മുടെ ഭാര്യയ്ക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആയിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരാളുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം. നിങ്ങൾ രണ്ടുപേരുമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പാതിയായിട്ട് കാണേണ്ടത്, ഹസ്ബൻഡായിട്ടും വൈഫായിട്ടും. അപ്പോൾ അത് നിങ്ങൾ കാണുക, രണ്ടുപേർക്കും വേണം അത് കേട്ടോ. ഒരാൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമില്ല. അപ്പോൾ അതടക്കി ഈസായിട്ട് കൊണ്ടുവരും. അല്ലാതെ ഒരാൾക്ക് മാത്രം സ്നേഹമുണ്ട് ഒരാൾക്ക് സ്നേഹമില്ലാതെ എന്നൊന്നും ഒരു കാര്യമില്ല. രണ്ടുപേർക്കും വേണം ആ ഒരു വിചാരം. അതേപോലെ എന്താ പറയുക, സ്നേഹിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാവണം അല്ലേ. സ്നേഹമാണല്ലോ എല്ലാം. ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെ ഏതു നേരവും അതായത് ചില ആൾക്കാർ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും, ഡ്രിങ്ക്സ് കഴിച്ച് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. അതൊക്കെ കാണുമ്പോൾ പല ആൾക്കാർക്കും അയ്യോ എന്താ ലൈഫ്, ഇങ്ങനത്തെ ലൈഫ് എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെയൊക്കെയുള്ള ലൈഫാണ് നമ്മൾ വിചാരിക്കുക. ഓ അങ്ങനെയുള്ള ലൈഫുകൾ നമ്മൾ എൻ്റെ അമ്മേ എന്തിനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് കണ്ടില്ലേ അവളുടെ ജീവിതം കണ്ടില്ലേ, എന്തിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു ലൈഫിലോട്ട് പോകുമ്പോൾ എല്ലാം അങ്ങനെ തന്നെ ആയിന്ന് വരില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ചിന്തിക്കാതെ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് അതായത് ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഭാര്യയുടെ എന്താണോ, അതായത് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണും അവളുടെ ജീവിതം ഒരു റൂമിൻ്റെ ഉള്ളിൽ അടഞ്ഞ് അല്ലെങ്കിൽ തീർക്കാനുള്ളതല്ല. അപ്പോൾ അവൾക്ക് അവളുടേതായിട്ടുള്ള കുറേ ഫ്രീഡം ഉണ്ടാവും. ആ ഫ്രീഡത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവ് ആയിരിക്കണം. അധികം ഭർത്താക്കന്മാരും അങ്ങനെയാണ് ഇപ്പോഴൊക്കെ, അങ്ങനെ ആയിരിക്കണം ഓരോ ഭർത്താവെന്ന് എനിക്ക് പറയാനുള്ളൂ.
അല്ലാതെ എന്താ പറയുക, നമ്മൾ പറഞ്ഞു തൊട്ടതിന് മൊത്തം കുറ്റം കണ്ടെത്തുന്ന ആൾക്കാർക്ക് എന്നും കുറ്റങ്ങൾ മാത്രമേ കണ്ടെത്താനുണ്ടാവും അല്ലേ. അപ്പം ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ തലവര പോലെ അല്ലെങ്കിൽ തലവിധി പോലെ ആയിരിക്കും. നല്ലതായിട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നല്ലതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലും ചിലപ്പോൾ പെൺകുട്ടി ഭയങ്കര ഭാവമായിരിക്കും. കല്യാണം കഴിച്ച് കിട്ടുന്ന ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഡ്രിങ്ക്സും അതും ഇതും അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയുള്ള ഫാമിലിയും ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ വിധിയാണ്, അല്ലെങ്കിൽ എല്ലാം നമ്മുടേതാണ്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ലൈഫ് അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പേടി അങ്ങനെ ഒരാളുടെ ലൈഫ് പോലെ ആയിരിക്കില്ല ഇനി ഒരാളുടെ ലൈഫ് വരുന്നത്. അവരുടെ ലൈഫ് കണ്ടിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മളുടെ ലൈഫ് എങ്ങനെയാണോ പോകുന്നത് അത് നമ്മൾ പഠിക്കുക. അതേപോലെ തന്നെ പെൺകുട്ടികളായാലും ശരി, ഭർത്താവിൻ്റെ വീട്ടുകാരെയും സ്വന്തം വീട്ടുകാരായിട്ട് കാണാൻ പഠിക്കാൻ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ അച്ഛനും അമ്മയും വിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കുടുംബം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ആലോചിക്കുക, മനസ്സിലാക്കാതെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പേടി എന്ന് ഇതൊക്കെ പറഞ്ഞാൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അതായത് അത് ഒരാൾക്ക് മാത്രം സ്നേഹം, ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് മാത്രം അവരെ സ്നേഹം ഉണ്ടെങ്കിൽ വല്ല അവിടുന്ന് അതേപോലെ വേണം കേട്ടോ, എന്നാലേ നമുക്ക് ആ കുടുംബം ഇതാവത്തുള്ളൂ. അതാണ് അധികവും പ്രശ്നം. അതായത് ചില അമ്മായിയച്ഛൻ അവരുടെ മകനെ 1000 കുത്തിക്കയറ്റി അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ മോളെ പോലെ കാണണം. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത്. ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തോ എനിക്ക് പെട്ടെന്ന് ചെയ്യണം തോന്നി അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെ ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ വലതുകാലം വെച്ച് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി നമ്മുടെ മോളായിട്ട് കാണണം. നമുക്ക് ഉണ്ടെങ്കിൽ ആ മോളെ പോലെ കാണാം. മോളില്ലെങ്കിൽ നമ്മളുടെ ഒരു മോളായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈഫിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആ കുടുംബം എന്ന് പറഞ്ഞാൽ അത്രത്തോളം സ്നേഹസമ്പന്നമായ കുടുംബമായിട്ട് പോകും. അങ്ങനെ എത്രയോ പേര് നമ്മുടെ ലോകത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക, അത്രേ പറയാനുള്ളൂ. അല്ലാതെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കാൻ എനിക്ക് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയത് ചിന്തിച്ച് കഴിഞ്ഞിട്ട് എനിക്കിനി പോകുന്നവരെ എനിക്ക് പേടിയുണ്ടാവും. പക്ഷെ അതേപോലെ ആയിരിക്കണം എന്നില്ല നമ്മൾ ഇനി ഒരു ലൈഫിലോട്ട് പോകുമ്പോൾ അല്ലേ. അപ്പം അതാണ്, അതിപ്പോൾ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലോട്ട് വരുന്ന ആൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകാതെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും വേണ്ടി എന്നത് അപ്പോൾ വീടിനോട് ചോദിച്ചാൽ അപ്പോൾ എന്താ പറയുക, അങ്ങനെ ആയിരിക്കണം എന്ന് പറയാം. അപ്പോൾ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, പെൺകുട്ടികൾ അതായത് ഇപ്പോൾ ചില അധികം ആൾക്കാരില്ലേ ഇപ്പോൾ എന്താ ഇപ്പോഴെന്നൊക്കെ പറയാം, ഫസ്റ്റൊക്കെ കുഴപ്പമില്ല, നമ്മൾ ഡൈവേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുള്ളത് എപ്പോഴെങ്കിലും. പക്ഷെ ഇപ്പോഴുള്ള കല്യാണങ്ങൾ അങ്ങനെയല്ല. 1 വർഷം കൂടെ ആയിട്ടുണ്ടാവില്ല, ഉടനെ ഡൈവേഴ്സാണ്, വേർപിരിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, അതിനുള്ളിൽ ഒരു കൊച്ചും ഉണ്ടാവും. ആ കൊച്ചിനെ ഇട്ടിട്ട് ആ കൊച്ചാണല്ലോ ഇതൊക്കെ കഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പം അതൊക്കെ ചിന്തിക്കുക, കുറച്ചൊക്കെ ചിന്തിക്കുക പെൺകുട്ടികളായി കഴിഞ്ഞാൽ. ഒരു കാരണമില്ലാതെ നമ്മൾ ഇതാവരുത്. നമ്മൾ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ക്ഷമ വേണം. പക്ഷെ ഒരുപാട് നമ്മൾ ക്ഷമ കെട്ട് നമ്മൾ അടിമയായി നിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലേ. നമ്മൾ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത കുടുംബങ്ങൾ ആരുമില്ല. പക്ഷെ ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്നവരുടെ ഒരു പെൺകുട്ടിയുടെ ക്ഷമ എന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ക്ഷമയുണ്ട്, ആ ക്ഷമ എല്ലാവരും നോക്കും. പിന്നെ ഒരുപാട് നമ്മളുടെ എന്താ പറയുക, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചില ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എപ്പോൾ നോക്കിയാലും ഷൗട്ട് ചെയ്തിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ആൾക്കാർക്കും അല്ലെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ചു കഴിഞ്ഞാൽ ഞാനാണ്, അതുവരെ ഒന്നും ഇട്ടില്ല. ഡ്രിങ്ക്സ് അടിച്ചു കഴിയുമ്പോൾ ഞാനാണ് എന്താണ് എന്ന് പറയാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയാനുള്ള നട്ടലില്ലാത്തതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് നോർമലായിട്ട് ഇങ്ങനെ സംസാരിക്കില്ല. ഈ ഡ്രിങ്ക്സ് അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുന്നത് എന്തിനാണ്, അത് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയാണ്. പക്ഷെ ആ ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരെ വിചാരം എന്താ വെച്ചാൽ ഞാനാണെന്ന്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് പറയാനുള്ളത് നട്ടലില്ലാത്തവരാണ്, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബക്കാരട്ടോ. അല്ലാതെ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ ലോകത്ത് ഒരുപാടുണ്ട്. പക്ഷെ എല്ലാവരും അവരുടെ കാര്യം, അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചിലർ അങ്ങനെയല്ല, ഇത് പോയി കഴിഞ്ഞാൽ ഞാനാണ് എന്ന് അങ്ങനെയുള്ള നോർമലായിട്ട് സംസാരിക്കാതെ ഇങ്ങനെ കഴിച്ച് സംസാരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അത് വ്യക്തികൾക്ക് നട്ടലില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് അതായത് നമ്മൾ സ്വയബോധത്തിൽ ഇരിക്കുമ്പോൾ നമുക്കത് സംസാരിക്കാനുള്ള ഒരു ഇതില്ല അല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിച്ച് സംസാരിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയൊക്കെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് പോവുക നിങ്ങളുടെ വീട്ടിലോട്ട്. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരാളുടെയും നമ്മൾ ഒരുപാടൊന്നും നമ്മൾ ഇതായിരിക്കരുത്. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ താണ്ടാതെ നോക്കുക. അത് അവർക്ക് നല്ലത്, നമുക്ക് നല്ലത്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ എല്ലാം വേണം അല്ലേ. അതായത് നമ്മൾ എന്താ പറയുക, എപ്പോഴും പറയും. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റൊക്കെ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് ഡ്രിങ്ക്സ് കഴിക്കരുത്, സ്മോക്ക് ചെയ്യരുത്, എങ്ങനെ. അതുപോലെ ഇപ്പോഴത്തെ ആൾക്കാർ നമുക്ക് അങ്ങനെ പറയാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ തന്നെ അങ്ങനെയൊക്കെ സൗണ്ട്
ഇപ്പോഴത്തെ പെൺകുട്ടികൾ തന്നെ അങ്ങനെയൊക്കെ നടക്കും. അപ്പം നമുക്ക് അങ്ങനെ ആൺകുട്ടികൾ ഒരുപാട് പറയാം. പക്ഷെ എല്ലാം ഒരു ലിമിറ്റിങ്ങിനായിട്ട് പോകുകയെന്ന് എനിക്ക് പറയാം. എല്ലാം ഒരു ലിമിറ്റിംഗ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മളോട് ലൈഫിലോട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ പൊന്നുപോലെ, ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവന്റെ അവരുടെ കൈ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ആ കൈ നമ്മൾ മരിക്കുന്നവരെ വിടാതിരിക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അങ്ങനെ കുറച്ചൊക്കെ പേരുണ്ട്, ഇല്ലാതെയൊന്നും ഇല്ല കേട്ടോ ലോകത്ത്. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചും മറിച്ചും നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ട്, ഒരുപാട് നമ്മളെ വിഷമിപ്പിക്കുന്ന, നമുക്ക് പേടിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഈ പേടിക്കുന്ന ജീവിതങ്ങൾ കാണുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അയ്യോ നമ്മുടെ ലൈഫിൽ ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. ഒരാട് ശരിയില്ലെന്ന് പറഞ്ഞാൽ എല്ലാ ആമ്പിളരും ശരിയില്ലാത്ത ആൾക്കാരല്ല അല്ലെ. അതുപോലെ ഒരു പെൺകുട്ടി ശരിയെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള പെൺകുട്ടികളെല്ലാം അങ്ങനെ ആയിരുന്നും വരില്ല. രണ്ടും അങ്ങനെയുണ്ട്. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പേടിക്കാതിരിക്കുക. ഫസ്റ്റ് ലൈഫ് ചൂസ് ചെയ്യുമ്പോഴും ശരി, സെക്കൻഡ് ലൈഫോട് നിങ്ങൾ കിടക്കുമ്പോഴും ശരി, നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് പോകണമെന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലേ. അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ ഫസ്റ്റ് ലൈഫ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ചൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ എന്ന് പറയാനായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ വേണം വീണ്ടും പ്രശ്നങ്ങൾ വരാം. അപ്പം അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ പെൺകുട്ടികളും ഭർത്താക്കന്മാരെ സ്നേഹിക്കാനും അവരെ കുടുംബത്തിനെ സ്നേഹിക്കാനും പഠിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടാവും. അപ്പം അതെന്തോ എനിക്ക് എന്താ പറയുക പറയണം തോന്നിയ ഒരുപാട് പേര് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇപ്പം എന്നോട് തന്നെ പറയാം, ഞാൻ ഇപ്പോൾ ലൈഫിലോട്ട് പോകുമ്പോൾ ചേച്ചി കല്യാണം കഴിക്കണ്ട, എന്തിനാ തീയ കല്യാണം കഴിക്കുന്നത്, വേണ്ട, ഒറ്റയ്ക്ക് ഇപ്പം സമാധാനത്തോടെ ജീവിക്കുന്നത്, സമാധാനം വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. നമ്മളാണ് സമാധാനം കണ്ടെത്തേണ്ടത്. അല്ലാതെ നമുക്ക് വേറൊരാൾ നമുക്ക് ഒരിക്കലും സമാധാനം കൂടി തരത്തില്ല. കല്യാണം കഴിഞ്ഞെന്ന് ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞു ലൈഫിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സമാധാനം അവിടെ കിടണമെന്നോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതിലും അപ്പുറമുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ എൻ്റെ ലൈഫിലോട്ട് വന്നിട്ടുണ്ടാവുക അല്ലേ. നമ്മുടെ സ്നേഹം കൊണ്ട് എന്താ പറയുക ഇങ്ങനെ വീർപ്പ് മുട്ടിച്ച് കൊല്ലുക എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള ആളായിരിക്കും. പക്ഷെ ഒരു ഇത് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് പേടി ഉണ്ടാവുമായിരിക്കാം മേ ബി. പക്ഷെ നമ്മൾ ആ പേടിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ലൈഫ് പോകുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തല വിധി തല വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിന്നിട്ട് നമ്മളുടെ എന്തായിക്കോട്ടെ ആ ഒരു ഇതിൽ നിന്ന് പോവുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എടുത്തോ പഠിച്ചോ എന്നുള്ളൊരു കല്യാണം ചെയ്യരുത് ആരും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി കല്യാണം എന്ന് പറഞ്ഞാൽ ആരും പേടിക്കുകയും വേണ്ട. ലൈഫ് ഓരോരുത്തരുടെ ലൈഫും ഓരോരോ പോലെ ആയിരിക്കും. ഓക്കെ, അത് ഒരു ലെക്കാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, എന്തോ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ചുട്ട് വേർത്ത് ഒഴുകി കുളിക്കുന്നു ഞാൻ എൻ്റെ അമ്മച്ചി. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, സെലിബ്രിറ്റീസ്.